വയനാട്ടിലെ DCC ട്രഷറായിരുന്ന NM വിജയന്റെ ആത്മഹത്യാ കേസുമായി ബന്ധപ്പെട്ട് കാരണം കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. ആ കോടതി വിധി എന്താണോ അതായിരിക്കും ആ നേതാക്കളുടെ അടുത്ത ഭാവി, ഒരു രാഷ്ട്രീയ ഭാവി എന്നൊക്കെ പറയും. കോൺഗ്രസ് ഇന്ന് നിലപാട് സ്വീകരിക്കുന്നു എന്നൊക്കെ ഇന്നത്തെ കോടതി ഈ വിധി എന്ത് പ്രസ്താവിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും അല്ലേ? IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവരുടെ ഹർജിയിൽ കൽപ്പറ്റ സെഷൻസ് കോടതിയാണ് വിധി പറയുക. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നത് സുർജിത്ത് അയ്യപ്പത്താണ്. സുർജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഏറെ നിർണായകമാണ് ഈ നേതാക്കളുടെ ഭാവി, രാഷ്ട്രീയ ഭാവിയുമായി ബന്ധപ്പെട്ട ഈ വിധി. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന പ്രജിൻ, കോൺഗ്രസ് നേതൃത്വം വലിയ അളവിൽ പ്രതിരോധത്തിലായ ഒരു സംഭവമാണ് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യ. അതേ തുടർന്നുണ്ടായ നിയമനക്കോഴ വിവാദം, ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നത്, ഇതെല്ലാം വലിയ രീതിയിലുള്ള പ്രതിരോധം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. കാരണം DCCയുടെ തലപ്പത്തുള്ള നേതാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികളായിട്ടുള്ളത്. ഒന്ന് IC ബാലകൃഷ്ണൻ MLA ആണ്, മറ്റൊന്ന് DCC പ്രസിഡന്റ് തന്നെയായിട്ടുള്ള ND അപ്പച്ചനാണ്, മറ്റൊരാൾ നേരത്തെ കോൺഗ്രസ് നേതാവായിരുന്ന ഈ സഹകരണ സംഘങ്ങളെ നയിച്ചിരുന്ന KK ഗോപിനാഥനാണ്. ഇത്തരത്തിൽ 3 പ്രതികൾ. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കൽപ്പറ്റ സെഷൻസ് കോടതി ഇന്ന് വിധി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ രീതിയിലുള്ള വാദമാണ് കഴിഞ്ഞ ദിവസം പൂർത്തിയായത്. 2 ദിവസങ്ങളിലായിരുന്നു വാദം. നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്നുള്ള വാദമാണ് പ്രതിഭാഗം അഭിഭാഷകർ ഉടനീളം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ആത്മഹത്യാക്കുറിപ്പിന് പുറമെ ആ കുറിപ്പിൽ ഇവരുടെ പേരുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ഡിജിറ്റൽ തെളിവുകളും അന്വേഷണ സംഘം ലഭിച്ചതായി പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട്. അത് എന്തായാലും ഇതിന്റെ തുടരന്വേഷണ നടപടികൾ ഈ ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവർ അന്വേഷണം തുടങ്ങിയിട്ടില്ല. ഈ കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാകും മറ്റു നടപടികളിലേക്ക് കടക്കുക. എന്തായാലും കോൺഗ്രസ് സംബന്ധിച്ചത് നിർണായകമായ ദിവസമാണ്. പ്രത്യേകിച്ച് CPIM വലിയ രീതിയിലുള്ള പ്രതിരോധം ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ ഉയർത്തിയിരുന്നു. വലിയ സമരങ്ങൾ, MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പങ്കെടുത്ത സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ BJPയും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. IC ബാലകൃഷ്ണന്റെ രാജിയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഒപ്പം നേതാക്കളുടെ അറസ്റ്റും. ആ നേതാക്കളുടെ അറസ്റ്റ് എന്നുള്ള നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് ജാമ്യാപേക്ഷ തള്ളിയാൽ വേഗം തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള നീക്കമാണ് നേതാക്കൾ നടത്തുന്നത്. ഇന്നലെ IC ബാലകൃഷ്ണൻ നിയമസഭയിലേക്ക് എത്തിയിരുന്നു. മറ്റു നേതാക്കൾ എവിടെ എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വന്നിട്ടില്ല. ഈ കേസെടുത്തതിന് പിന്നാലെയാണ് അവർ ഇവിടെ നിന്നും കടന്നത്. എന്തായാലും ഈ വിധി ഏവരും ഉറ്റുനോക്കുകയാണ് എന്താകും എന്നുള്ളത്. ക്രിസ്റ്റീന പ്രജിത്ത്.